നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ധനം അകാരണമായി നഷ്ടപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ പണം ഒരിക്കലും നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നില്ലേ? അതായത് നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്, എങ്കിലും നിങ്ങളുടെ പണം പല വഴിക്ക് നാനാ വഴിക്കായിട്ട് ചെലവായി പോവുകയാണ്. എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ചില വസ്തുക്കളുടെ സ്ഥാനം നിങ്ങളുടെ വീടുകളിൽ ശരിയല്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളുടെ വീട് എത്ര ചെറുതാണെങ്കിലും എല്ലാ വീട്ടിലും ഒരു അലമാരിയെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ അത് തടി കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഒക്കെ നിർമ്മിച്ചതാകും. ഏത് വസ്തുവിൽ നിർമ്മിച്ചതായാലും അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ള സമ്പാദ്യം, അത് സ്വർണമായിക്കോട്ടെ പണമായിക്കോട്ടെ, അത് സൂക്ഷിച്ചു വയ്ക്കുവാൻ ഈ അലമാരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ സ്ഥാനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലർ അലമാരയിലൊന്നും പണം സൂക്ഷിക്കാറില്ല. ചില പെട്ടികളിൽ അല്ലെങ്കിൽ സേഫിൽ ഒക്കെയാണ് പണം സൂക്ഷിക്കാറുള്ളത്. നമ്മളുടെ പണം സൂക്ഷിക്കുന്ന പെട്ടിയാകട്ടെ അലമാരിയാകട്ടെ, ഇത് വീട്ടിലിരിക്കുന്ന സ്ഥാനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ പണം നാനാ വഴിക്ക് പോകുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ കയ്യിൽ നിന്നും പണം ഇങ്ങനെ നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം. ഈ സ്ഥാനം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ വീട്ടിൽ അലമാര അല്ലെങ്കിൽ പണം സൂക്ഷിച്ചു വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന പെട്ടി ഈശാന് കോണിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇനി ഈശാന് കോൺ എങ്ങനെ കണ്ടുപിടിക്കുമെന്നോർത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തിനെയാണ് ഈശാന കോൺ എന്ന് പറയുന്നത്. വടക്ക് കിഴക്ക് അറിയുവാനായിട്ട് ഇപ്പോൾ മൊബൈലിലൊക്കെ ആപ്പുകളൊക്കെ ഉണ്ട്. അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈശാന കോൺ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതായത് വടക്കിഴക്ക് ഭാഗം വീടിന്റെ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇവിടെയാണ് നിങ്ങളുടെ അലമാര ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പണപ്പെട്ടി ഇരിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അതെടുത്ത് മാറ്റേണ്ടതുണ്ട്. കാരണം ഈശാന കോൺ പൊതുവെ കിണറിനുള്ള സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അലമാരി അവിടെ വയ്ക്കാൻ പാടില്ല. വെള്ളത്തിൽ പണം ഒഴുക്കിക്കളയുന്നത് പോലെയാകും അലമാരി അവിടെ വെച്ചാൽ ഫലമുണ്ടാകുക. അത് കണക്കില്ലാത്ത നഷ്ടമാകും. എത്ര രൂപ ലഭിച്ചാലും കാര്യമില്ല, അത് ചിലവായിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കേ മൂലയിൽ അലമാരി വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അടുത്തത് അഗ്നികോണാണ്. ഇവിടെ അലമാര വയ്ക്കാൻ പാടുണ്ടോ? ഈ അഗ്നികോണം എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂലയാണ്. അഗ്നികോണിൽ അലമാര വെച്ചാൽ അതിൽ പണം സൂക്ഷിക്കുന്നത് തീയിലിട്ട് ചുട്ടരിക്കുന്നതിന് സമമാണെന്നാണ് വിശ്വാസം. ഇവിടെ അലമാര വെച്ചാൽ തീർച്ചയായിട്ടും സമ്പാദ്യത്തിന്റെ ഏറിയ പങ്കും ആശുപത്രി ചിലവുകൾക്കായിട്ടും മരുന്നിനുമൊക്കെ ആയിട്ടും ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ പണം സൂക്ഷിക്കുന്നത്, അതിപ്പം 10 രൂപ ആയിക്കോട്ടെ എത്ര രൂപ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ചെറിയ സമ്പാദ്യം സൂക്ഷിക്കുന്നത് തെക്ക് കിഴക്കേ മൂലയിലിരിക്കുന്ന അലമാരയിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടുന്ന് മാറ്റേണ്ടതാണ്. വീടിന്റെ ഏത് ഭാഗത്താണ് അലമാരി വയ്ക്കേണ്ടതെന്നുള്ള ഒരു ചോദ്യമുണ്ടാവും. അലമാരി വയ്ക്കാൻ ഉത്തമ സ്ഥാനം വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയാണ്. അലമാര വയ്ക്കുവാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് വിഘ്നനാശകനായ ഗണേശ ഭഗവാന്റെ സ്ഥാനമായാണ് കന്നിമൂല കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അലമാര വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനാവശ്യ ചിലവുകളെ വിഘ്നേശ്വരൻ തട്ടിമാറ്റുമെന്നുള്ളതാണ് വിശ്വാസം. കന്നിമൂലയിൽ അലമാര വയ്ക്കുമ്പോൾ മുൻഭാഗം കിഴക്കോട്ട് ദർശനമായിട്ടോ വടക്കോട്ട് ദർശനമായിട്ടോ വയ്ക്കുന്നതായിരിക്കും വളരെ ഉചിതം. മറ്റൊരു കാര്യം, അലമാരയിൽ സൂക്ഷിക്കുന്ന പണം, അതായത് കുറച്ച് പണമെങ്കിലും നിങ്ങൾ ഗണപതി സങ്കല്പത്തിൽ മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞു വയ്ക്കുന്നത് ഏറെ ഐശ്വര്യപ്രദമായിരിക്കും. ഒപ്പം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അടുത്തായിട്ട് വയ്ക്കുന്നതും ഉത്തമമാണ്. നിങ്ങൾ മാർവാടികളെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവര് കൃത്യമായിട്ടുള്ള പൂജാതി കാര്യങ്ങളോടെയാണ് ദിവസവും ഇവർ പണം അതിൽ നിന്ന് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വളർച്ച ഉണ്ടായിട്ടുമുണ്ട്. അവർ ലക്ഷ്മി ദേവിയെ പോലെ തന്നെയാണ് പണത്തെ കാണുന്നത്. അത്രയും പ്രാധാന്യമാണ് അവർ ആ പണത്തിന് കൊടുക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നിത്യോപയോഗത്തിനായി കന്നിമൂലയിലെ അലമാരിയിൽ നിന്നും ദിവസവും പണം എടുക്കുന്നതിന് പകരം ഒരു ചെറിയ തുക ഇതിനായിട്ട് വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ സൂക്ഷിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ വീട്ടിലുള്ള പണം ഇങ്ങനെ സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അധിക ചെലവുകൾ നിയന്ത്രിക്കാനാകും. നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാക്കുവാൻ
കഴിയുന്നതാണ്. പണത്തെ എപ്പോഴും ലക്ഷ്മി ദേവിയെ പോലെ കാണുക, അതിനെ ആദരിക്കുക. നമ്മൾ ഒരു വ്യക്തിയെ ആദരിച്ചാൽ മാത്രമേ ആ വ്യക്തി നമ്മൾക്ക് തിരിച്ച് ആദരവ് തരൂ എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യവും. പണത്തെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം നമ്മളെ പണവും സ്നേഹിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ വീട്ടിൽ പണം അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തി അതെല്ലാം സ്വരുക്കൂട്ടി ഒരു സ്ഥലത്ത് വയ്ക്കുവാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐശ്വര്യം വന്ന് കയറുന്നതാണ്. കൂടാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പണമെന്നാൽ ലക്ഷ്മി ദേവിയാണ് എന്ന് പറഞ്ഞല്ലോ. ഈ തെറ്റ് ചെയ്യുന്നത് കൂടുതലും പുരുഷന്മാരാണ്. പണം സൂക്ഷിക്കുന്ന പേഴ്സ് പൃഷ്ഠഭാഗത്തുള്ള പോക്കറ്റിൽ വെച്ച് നടക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ടതാണ് ലക്ഷ്മി ദേവിയെ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പോൾ മറ്റ് ഒരറിയിപ്പ്, നമ്മളുടെ പൂജയിൽ ഉള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.